ആരും പറയാത്ത കാര്യങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ആരും പറയാത്ത കാര്യങ്ങളാണ് ഈ ചാനലിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആരും പറയാത്ത കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി ഞാൻ പറയുന്നത്, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞ ഒരു സംഗതി, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് ഒരു പുതിയ ഭരണഘടന വേണം എന്നാണ്. അതാരും പറയാത്ത, ഇതുവരെ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഇവിടെ ഭരണഘടനയെ സംരക്ഷിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു പുതിയ ഭരണഘടന വേണം. അതുപോലെ വേറൊരു കാര്യം ഞാൻ പറയുന്നത്, കുടുംബങ്ങൾ, മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെ അടിസ്ഥാന കാരണം കുടുംബങ്ങളാണെന്നാണ്. അതായത് കുടുംബങ്ങൾ, ഭാര്യയും ഭർത്താവും മക്കളും. ഈ യൂണിറ്റ് ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ദുഃഖങ്ങളുണ്ടാവും, സംശയമൊന്നുമില്ല. പക്ഷെ ആരും അംഗീകരിക്കും. ഇവിടെ എല്ലാവരും കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിച്ചില്ലെങ്കിൽ ശരിയാവില്ലെന്ന് പറഞ്ഞാണ് ഇവിടെ എല്ലാവരും നടക്കുന്നത്. ഇവിടുത്തെ മതങ്ങളെല്ലാം പറയുന്നത് കുടുംബങ്ങൾ വേണം, കുടുംബങ്ങളിലൂടെയാണ് നല്ല മക്കളുണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം ഇതാരും പറയാത്ത കാര്യമാണ്. ഞാൻ പറയുന്നത് കുടുംബങ്ങൾ വേണ്ട. മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെ അടിസ്ഥാന കാരണം കുടുംബങ്ങളാണ്. കാരണം ഇപ്പോൾ ഞാനൊരു വെറ്റിനറി ഡോക്ടറാണ്. അപ്പം എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു പോൾട്രി ഫാം, കോഴി വളർത്തൽ കേന്ദ്രം, അവിടെ ഒന്നിച്ച് ഒരു 10,000 കോഴി എടുത്തു ഒരു ബാച്ചിൽ. അല്ലെങ്കിൽ ഒരു 1000 കോഴി എടുത്തു വിചാരിക്കും. ഈ 1000 കോഴി അത് വളർത്തി മുട്ടയിടുന്ന പ്രായം വരെ എത്തുമ്പോൾ 1000 കോഴി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 800 കോഴി ഉണ്ടാവുള്ളൂ. 200 കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലും ചത്തുപോകും. എത്ര നോക്കിയാലും കുറേ ചത്തുപോകും. ഇനി ഒരു ഫാം എടുക്കുക, ഒരു ബഫല്ലോ ഫാമോ അല്ലെങ്കിൽ കാറ്റിൽ ഫാം എടുക്കുക. അവിടുത്തെ പ്രസവിച്ച് കിടാവുകൾ ഉണ്ടാവുന്നു. ഈ കിടാവുകളെല്ലാം വളർന്നു കിട്ടില്ല, കുറേ നോക്കുക ചത്തുപോകും. അപ്പോൾ ഒരിക്കലും എല്ലാവരും ഇപ്പം മനുഷ്യൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാ കുടുംബങ്ങളിലും എല്ലാ മക്കൾക്കും ഒരു കുഴപ്പമില്ലാണ്ട് അവർ ജീവിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ പ്രശ്നമൊന്നുമില്ല. അതൊരിക്കലും സംഭവിക്കില്ലല്ലോ. എല്ലാ മക്കൾക്കും ഒരു കുഴപ്പമില്ലാണ്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത മക്കൾക്ക് കുഴപ്പമൊന്നുമില്ലാത്ത ഫാമിലി അവർ സന്തോഷമായിട്ട് നടക്കും. മറ്റവർ കുഴപ്പങ്ങളുള്ള മക്കളുള്ളവർ അല്ലെങ്കിൽ കുട്ടികൾ അപകടത്തിൽ മരിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ ദുഃഖങ്ങൾ, അവരുടെ സന്തോഷം തീർന്നു. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞു. ഇതൊന്നും ആരും അംഗീകരിക്കാൻ പോകുന്നില്ല നമ്മുടെ. കാരണം അംഗീകരിക്കില്ല എന്ന് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ മതങ്ങൾ മനുഷ്യൻ്റെ കാലിൽ ചങ്ങലായിട്ട് പൂട്ടിക്കും. അവർക്ക് വ്യത്യസ്തമായിട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ അനുവദിക്കില്ല. അതാ സംഭവം. ഒരാളെ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചാൽ തന്നെ അയാൾക്കത് പല കാര്യത്തിലും, അയാൾ ഒരു ഫാമിലിയായിട്ട് ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് പല കാര്യങ്ങളിലും ഒരു കോംപ്രമൈസ് വേണ്ടി വരും. കാരണം അവരുടെ മക്കളുടെ കാര്യം, അവരുടെ മക്കളുടെ വിവാഹം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് ഞാനീ പറയുന്നതൊന്നും പ്രായോഗികമല്ലെങ്കിലും ഇത് ജനങ്ങൾക്കൊന്ന് ചിന്തിക്കാനുള്ള, ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കാനുള്ള ഒരു അവസരം തരികയാണ് ഞാൻ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ സംഭവം എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ കുടുംബങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ അത് കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കും. വിദേശ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുടുംബങ്ങൾ, ഇപ്പോൾ വിദേശം എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങൾ, മറ്റേ അമേരിക്കയും അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ, അവിടെ കുടുംബ ബന്ധങ്ങളൊക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയും. അതുകൊണ്ട് തന്നെ അവരുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇവിടെ ഈ പ്രണയ തിരസ്കാരത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താ എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്. ഈ പ്രണയ തിരസ്കാരത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ നിർത്താൻ എന്തെങ്കിലും ഒരു മാർഗം സജസ്റ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ പറയും പ്രണയിക്കരുതെന്ന്, അല്ലേ? പ്രണയിക്കരുതെന്ന് പറഞ്ഞാൽ തെറ്റാ. കാരണം പ്രണയം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ ഒരു അടിസ്ഥാന വികാരമാണ് പ്രണയം. മനസ്സിലായി? ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞ പ്രണയം. ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭൗതികമായിട്ടുള്ള സന്തോഷമാണ് പ്രണയം. അതെല്ലാ മനുഷ്യർക്കും ഉണ്ട്. എല്ലാവരും
പല പല കാരണങ്ങൾ കൊണ്ട് സപ്രസ് ചെയ്ത് വെക്കുന്ന പ്രണയം എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. ഇവിടെ അത് പല പല വിവാഹം കഴിച്ചാൽ പോലും ഇപ്പോൾ ഒരു വിവാഹിതനായ ഒരാളാണ് ഒരു പുരുഷൻ. സ്ത്രീകൾക്ക് അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. സ്ത്രീകൾക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും വേണ്ട, അതിൻ്റെ ഭർത്താവും കുട്ടികളും മതി. പക്ഷെ പുരുഷന്മാർ അങ്ങനെയല്ല. പുരുഷന്മാർക്ക് ഏതൊരു പെണ്ണ് കണ്ടാലും അതിന് താല്പര്യം തോന്നും അല്ലേ. അപ്പം ഈ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഇവിടെ ഈ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ കുടുംബ ബന്ധങ്ങൾ ഭയങ്കര ശക്തമാണ്. ഒരു പെൺകുട്ടി വിവാഹത്തിലൂടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അതായത് പ്രേമിച്ച പെണ്ണ്, ഇഷ്ടപ്പെട്ട പെണ്ണ് വിവാഹം വഴി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അത് എന്താ പറഞ്ഞാൽ പിന്നെ ഒരു കാലത്തും കിട്ടൂല. ആ തരത്തിലുള്ള ബന്ധങ്ങൾ അവിടെ, വിവാഹം എന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ടുള്ളൊരു ബന്ധമാണ് നമ്മുടെ ഇവിടെ. അപ്പം അതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞ ഈ പ്രണയത്തിൻ്റെ പേരിലുള്ള തിരസ്കാരങ്ങൾ ഒരു കാലത്ത് അവസാനിക്കാൻ പോകുന്നില്ല നമ്മുടെ കേരളത്തിലെ പ്രസന്റ് സിറ്റുവേഷനിൽ. കാരണം വെച്ചാൽ ഇവിടെ ഈ വിവാഹത്തിന് അമിതമായിട്ടുള്ള പ്രാധാന്യമാണ് കുടുംബം ഓരോ വീട്ടുകാരും നൽകുന്നത്. മക്കളെ കല്യാണം അയച്ചു കഴിഞ്ഞാൽ സമാധാനമായി, എൻ്റെ ചുമതലകളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ചുമതല വരാതിരിക്കുക. ചിലപ്പോൾ പെണ്ണ് അടുത്ത ദിവസം തിരിച്ചു വരും, ചിലപ്പോൾ എനിക്ക് അയാളെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചുമതല തീർന്ന് പിന്നെ അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഞാനിപ്പോൾ പറയുന്നതിൻ്റെ അടിസ്ഥാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ദുഃഖങ്ങൾ ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഈ വിവാഹങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ ഒഴിവാക്കണം. മനസ്സിലായി? മനുഷ്യർ സ്വതന്ത്രമായിട്ട് ജീവിച്ചാൽ എന്തിനെ ഈ കുടുംബമായിട്ട് ജീവിക്കണമെന്നാരും. അത് ഈ മതങ്ങളാണ് സർവ്വ പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം മതങ്ങൾക്ക് വേണ്ടത് മനുഷ്യൻ്റെ ദുഃഖങ്ങളാണ് മതങ്ങൾക്ക് വേണ്ടത്. മനുഷ്യൻ സന്തോഷിക്കുന്നത് മതങ്ങൾക്ക് ഇഷ്ടമല്ല. മനുഷ്യൻ പല പല ദുഃഖങ്ങൾ വന്നുകൊണ്ടിരുന്ന മതങ്ങൾക്ക് സന്തോഷം. കാരണം എന്നാലേ ഉള്ളു ഈ മതങ്ങളെ മനുഷ്യർ ഗവനിക്കുള്ളൂ. അപ്പം ഇതൊക്കെ ഞാൻ നേരത്തെയുള്ള എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് പറയാൻ പോണത് ഈ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാമെന്ന്. കുടുംബ ബന്ധങ്ങൾ നമ്മൾ വെറുതെ അങ്ങ് വിചാരിച്ചിട്ടുണ്ടാവില്ല. വെറുതെ വിചാരിച്ചാൽ കുടുംബ ബന്ധങ്ങൾ ഇല്ലാതാവില്ല. അതിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഇത് ഇല്ലാതാക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ ഇടപെടണം. ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ കുടുംബ ബന്ധങ്ങൾ നിന്നോളും. ഇപ്പം എന്താ ഗവൺമെൻറ് ചെയ്യണത്? ഇപ്പം ഗവൺമെൻറ് ചെയ്യണത് ഒരു ആണും പെണ്ണും ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം അല്ലേ. ലീഗൽ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് വേണം. വിവാഹം നടന്നു അല്ലെങ്കിൽ അവർ ഭാര്യയും ഭർത്താവുമാണെന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഒരു ആണും പെണ്ണും അവരൊന്നിച്ച് ഇഷ്ടപ്പെടുന്നു, ജീവിക്കുന്നു. അതുകൊണ്ട് കാര്യമില്ല. ഒരു കടലാസ് വേണം, സർട്ടിഫിക്കറ്റ് വേണം. ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് കളഞ്ഞാൽ തന്നെ ഈ വിവാഹബന്ധങ്ങൾ കുറെ അവസാനിക്കും. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വിവാഹബന്ധങ്ങൾ പലതും അങ്ങനെ പോകുന്നു. ഈ മക്കളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആർക്കും വലിയ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല. വളരെ ചുരുക്കം പേര് ഇഷ്ടത്തിൽ ജീവിക്കുന്ന വളരെ ചുരുക്കം പേരുണ്ട്. ഒരു മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വൃത്തിയൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ കുട്ടികളായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനി അങ്ങനെ ജീവിക്കും, അവർ മക്കളെ നോക്കി ജീവിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലീഗലായിട്ടുള്ള ഒരു വാലിഡിറ്റി ഉണ്ട് നമ്മുടെ ഇവിടുത്തെ ഈ സ്ത്രീ പുരുഷ ബന്ധത്തിന് ഗവൺമെൻറ് ലീഗൽ വാലിഡിറ്റി കൊടുത്തേക്ക്. അതാണ് വിവാഹം ഗവൺമെൻറ് സർക്കാരിൻ്റെ നിയമങ്ങൾ. അത് ഇവിടെ മാത്രമല്ല, ഈ പാശ്ചാത്യ രാജ്യങ്ങളിലും ഇതൊക്കെ തന്നെയാണ്. അവിടെയുണ്ട് വിവാഹ നിയമത്തിനും വിവാഹ പ്രായം നിശ്ചയിക്കുക. ഇതൊക്കെ ഗവൺമെൻറ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷെ അവിടെയൊന്നും അതൊന്നും ആരും അനുസരിക്കാറുമില്ല, അംഗീകരിക്കാറുമില്ല. പക്ഷെ നമ്മളുടെ ഇവിടെ വിവാഹത്തിന് ഭയങ്കര പ്രാധാന്യമായി, സർട്ടിഫിക്കറ്റിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തേക്ക്. അപ്പം ഈ കുടുംബം ഇല്ലാതാക്കണമെങ്കിൽ ഈ വിവാഹം എന്ന കാര്യത്തിൽ നിന്ന് സർക്കാർ പൂർണ്ണമായിട്ട് മാറി നിന്നാൽ മതി. അതായത് രാജ്യത്തെ സ്ത്രീ പുരുഷന്മാരൊക്കെ അവരുടെ ഇഷ്ടത്തോടെ ജീവിച്ചോട്ടെ. അവര് ഭാര്യ ഭർത്താവായിട്ടോ അല്ലെങ്കിൽ കാമുകന്മാരോട്ടോ അല്ലെങ്കിൽ ലിവിങ് ടുഗദറോ എങ്ങനെയാവട്ടെ, അവർ ജീവിച്ചോട്ടെ. സർക്കാർ ഇതിനൊന്നും ഇടപെടണ്ട.
ഗവൺമെന്റിന് വേറെ ഒരുപാട് ചുമതലകളുണ്ട്. ഇവിടുത്തെ മനുഷ്യർക്ക് അവരുടെ ജീവിതം, അവരുടെ ഭൗതികമായിട്ടുള്ള ജീവിതം തന്നെ പട്ടിണിയില്ലാണ്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ രാജ്യത്ത് മറ്റ് റോഡ് തോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നോക്കാൻ തന്നെ സർക്കാരിന് പറ്റുന്നില്ല. വേണ്ടാത്ത കാര്യങ്ങൾ കൊണ്ട് അവർ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച് മനുഷ്യരെ ഉപദ്രവിക്കും. അപ്പം ഈ വിവാഹ നിയമങ്ങൾ, വിവാഹം സംബന്ധിച്ചുള്ള സർവ്വ നിയമങ്ങളും എടുത്തു കളയാം. ഇവിടെ അവരാണും പെണ്ണും അവർ പ്രേമിച്ച് ജീവിച്ചോട്ടെ, അതിന് സർക്കാരിനൊന്നും കാര്യമൊന്നുമില്ല. അത് വന്നാൽ തന്നെ ഈ വിവാഹ ബന്ധങ്ങൾ, ഈ കുടുംബ ബന്ധങ്ങൾ അവസാനിക്കും. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പുരുഷൻ സ്ത്രീയും അവർക്ക് വേർപിരിയണം, വേർപിരിയാൻ ഒരു നിവൃത്തിയില്ല. കാരണം അതിന് കോടതി, ഫാമിലി കോടതിയാ മറ്റു കോടതികളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് അവരുടെ സാങ്ഷൻ, അവരുടെ അനുവാദം കിട്ടണം. ഈ ഓടി ചെല്ലുമ്പോൾ അങ്ങോട്ട് നാളെ വൈകുന്നേരം 5 മണിക്ക് വാ, അനുവാദം തരാമെന്നല്ല, മാസങ്ങളും വർഷങ്ങളും നേടും ഈ പ്രോസസ്സിന്. അപ്പം അതുകൊണ്ടാണ്. അതല്ലെങ്കിലാ ഇങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള ഈ സ്ത്രീ പുരുഷ ബന്ധത്തിന് അഥവാ ഭാര്യാഭർത്തൃ ബന്ധത്തിന് നിയമപരമായിട്ടുള്ള ഒരു പ്രാബല്യം ഇല്ലെങ്കിൽ ഞാൻ പോണു, എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ വയ്യ. അപ്പം അതിന് പെണ്ണ് പറയും താൻ പോണു, അത്ര ഉണ്ടാവുള്ളൂ. ഇപ്പം അതല്ല, ഇപ്പൊ പോകാൻ പറ്റില്ല. പല പല ബന്ധങ്ങളാണ്. മിക്കവാറും വീട് ലോൺ എടുത്ത് പണിതിട്ടുണ്ടാവും. ഭാര്യയുടെയും ഭർത്താവും പേരിലായിരിക്കും ലോൺ. അതൊക്കെ പോട്ടെ, അതൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും വീട് വിറ്റ് തീർക്കാം. പക്ഷെ ഈ ബന്ധം പോകുന്നില്ല. ഈ ഭാര്യാഭർത്ത ബന്ധം എന്നുള്ള ഇപ്പൊ ഈ ലീഗൽ വാലിഡിറ്റി എടുത്ത് കളയാം. അപ്പൊ പിന്നെ ഇവര് തമ്മിലുള്ള ജീവിതത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അവരിഷ്ടപ്പെട്ട് ജീവിക്കുന്നു, അതിനപ്പുറത്ത് പ്രാധാന്യമില്ല. ഇഷ്ടപ്പെട്ടില്ല, അവർ മതിയായി, അവർ പോയി. അപ്പൊ ഇത് നമ്മുടെ ഇവിടുത്തെ ഇങ്ങനെയുള്ള ഈ വിവാഹം എന്നുള്ള ഒരു അറേഞ്ച്മെന്റ് ഇല്ലെങ്കിൽ, നിയമപരമായിട്ടുള്ള ഒരു പിൻബലം ഇല്ലെങ്കിൽ, ഇന്ന് കാണുന്ന ഈ ഭാര്യ ഭർത്താക്കന്മാരും മിക്കവാറും 90% സെപ്പറേറ്റ് ആയി പോകും അല്ലേ. അവർക്ക് എല്ലാവരും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട് ജീവിക്കണമെന്നല്ല, മറ്റ് നിവൃത്തിയോട് കൊണ്ട് ജീവിക്കണം. അപ്പൊ കുടുംബ ബന്ധങ്ങൾ, അതായത് ഭാര്യാഭർത്തം ഇല്ലാതാക്കണേ ആദ്യം ചെയ്യേണ്ടത് സർക്കാർ ഈ രംഗത്തുനിന്ന് പിന്മാറുക. മനസ്സിലായി. അപ്പോൾ വേറെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ സംസാരിക്കുന്നതാണ്. നമസ്കാരം.